ചേട്ടന് 2 മക്കളാണ്. ചേട്ടന്റെ ഭാര്യയാണ് ലിസി ചേച്ചി. ഇങ്ങനെ എന്താ പറയാ, കൈവെള്ളയിൽ കൊണ്ടു നടന്ന് ഈ സുഖപ്പെടുത്തി എടുക്കുക, പ്രാർത്ഥിച്ചും പരിചരിച്ചും കൂടെ കൊണ്ടു നടന്ന് ആ വരവൊക്കെ ഒന്ന് കാണാണ്. ഇത്രയും ദൂരെ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഭാര്യയും കൊണ്ട് വരുന്ന ആ വരവൊക്കെ ഒന്ന് കാണാൻ എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമൊന്നുമല്ല. 2 മക്കളാണ്. 2 മക്കളും സംസാരിക്കത്തില്ല, 2 മക്കൾക്കും ചെവി കേൾക്കത്തുമില്ല. പക്ഷെ അവർക്ക് നല്ല നന്മയുള്ള 2 മക്കളാണ്. ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അച്ഛൻ പറഞ്ഞായിരുന്നു, ലൂർദ് മാതാ കെയറിൽ ലിസി എന്ന് പറഞ്ഞൊരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റീനെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്ന ഒരു ഭർത്താവ് കുര്യാക്കോസിനെ കുറിച്ചൊക്കെ. അങ്ങനെ ഞങ്ങളിവിടെ ഒരു ലവ്ലി കപ്പിൾസിൻ്റെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ വന്നെത്തിയിരിക്കുന്നത്. ഇത് കുര്യാക്കോസ് അങ്കിള്, ഇത് ലിസി ആൻറ്റി. ഇത് ലിസി ആൻറ്റിയുടെ 2 മക്കളാണ്, ജെറിനും റിബിനും. ഇത് ആൻറ്റിയുടെ കസിൻ അല്ലേ, കസിൻ ശൈല. ഞങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം, പങ്കുവയ്ക്കാവോ? ഇത് ആദ്യമായിട്ട് എങ്ങനെയായിരുന്നു കണ്ടുപിടിച്ചതും, പിന്നെ RCCയിലോട്ട് വന്നു, അവിടുന്ന് ലൂർദ് മാതാ കെയറിലോട്ട് വന്നു, ആ ഒരു യാത്ര ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? ആദ്യമായിട്ട് എനിക്കൊരു ഗ്യാസിന്റെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അത് ഈ രോഗമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ. എവിടെയായിരുന്നു ക്യാൻസർ? വയറ്റിലായിരുന്നു. അങ്ങനെ ഒരു ഗ്യാസിൻ്റെതായ അസ്വസ്ഥത വന്നു. അപ്പം എല്ലാവരും പറഞ്ഞു നീ ഭക്ഷണം ശരിക്കും കഴിക്കാണ്ടാണ്, ഇങ്ങനെയൊക്കെ എല്ലാവരും പറയുമായിരുന്നു. അങ്ങനെ എല്ലാവരും അമിതമായിട്ടുള്ളൊരു വയറായിരുന്നു, കാണാൻ പേടിയാവണപ്പെടുത്തുന്ന ഒരു വയറായിരുന്നു. അങ്ങനെ ഞങ്ങൾ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി, അങ്കമാലിലും. അപ്പോളോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ടി ബി ആണെന്ന് പറഞ്ഞു. പച്ചപ്പാൽ കുടിക്കുമെന്ന് വെച്ചാൽ. അപ്പം ഞാൻ പച്ചപ്പാൽ വീട്ടിപ്പോൾ തിളപ്പിച്ച് തന്നെ എനിക്ക് ഭയങ്കര ഇതുള്ള ആളാണ്. അങ്ങനെ ടി ബി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ വരാൻ സാധ്യതയില്ല, പച്ചപ്പാലൊന്നും ഞാൻ കഴിക്കാറില്ല. അങ്ങനെ അത് അവിടെ നിന്ന് നമ്മൾ വേഗം അമല ഹോസ്പിറ്റല്, ഇങ്ങനത്തെ ക്യാൻസറിൻ്റെ അമല തൃശ്ശൂർ, അവിടെ പോയപ്പോൾ അവർ പറഞ്ഞു രോഗം ഇതെന്ന്. അവര് ഈ രോഗമെന്ന് പറഞ്ഞ് അവരെൻ്റെ അടുത്ത് പറഞ്ഞു 14 ലക്ഷം രൂപയോളം ചിലവ് വരും, നിങ്ങൾ ഇവിടെ ഓപ്പറേഷൻ ചെയ്തിട്ട് 7 ലക്ഷം രൂപ ഓപ്പറേഷനത്തിന് തന്നെ വേണമെന്ന് പറഞ്ഞു. അത് നമുക്ക് താങ്ങില്ലല്ല, അത്ര ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് ഉണ്ടാക്കാനാ? അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് അമല ആസ്പത്രിയിൽ വേണ്ട, തിരുവനന്തപുരം RCCന്ന് കേട്ടിട്ടുള്ള, അത് നമുക്ക് അത്ര അനുഭവം ഇല്ലല്ലോ എവിടെയാണ് എന്താണെന്നൊന്നും. അപ്പം ഞങ്ങൾ തിരുവനന്തപുരം RCCയിൽ പോയാൽ നല്ലതെന്നൊക്കെ എല്ലാവരും പറയണത്. അവിടെ ആകുമ്പോൾ ഇത്രയും പൈസ വേണ്ടല്ലോ, ഇവിടെ ഒറ്റയടിക്ക് 14 ലക്ഷം രൂപ കെട്ടണം ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, എനിക്ക് RCC പോയാൽ മതി എന്ന്. അങ്ങനെ ഞാൻ ആങ്ങള കുര്യച്ചനും കൂടിയിട്ട് പോയത്. അവിടെ ചെന്ന് അവർ പറഞ്ഞു ക്യാൻസറാണെന്ന്. എൻ്റെ മൂത്ത് വയ്ക്ക് തന്നെ പറഞ്ഞു 4th സ്റ്റേജാണ്, ക്യാൻസറാണ്, ഇനി നിങ്ങൾ ജീവൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. ആൾ മൂത്ത് വയ്ക്ക് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ഞാൻ നെഞ്ച് പൊട്ടി. അതൊന്നും ആ നേരത്ത് ദൈവത്തിന് വിട്ടുകൊടുത്തു, ഇതിൽ വരട്ടെ. എന്തായാലും ഞങ്ങൾക്ക് RCCയിൽ പോകണം, RCCയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ RCCയിൽ ചെന്നു. അത് കഴിഞ്ഞപ്പോൾ അവർ സൗകര്യം വേണ്ട നമുക്ക് നിൽക്കാനോ എന്തിനൊക്കെ. ഈ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ചെറുപ്പണ്ട് ജോയിച്ചേട്ടൻ എന്ന് പറയും, ചെറുപ്പണത്ത് അച്ഛന്മാരൊക്കെ ഉള്ള ഒരു ഫാമിലി ഉണ്ട്. അവർ റിസർവ് ബാങ്കിൽ ജോലിക്കാരാ, 2 പേരും ഭാര്യയും ഭർത്താവും. അങ്ങനെ ഞങ്ങൾ അവരായിട്ട് ബന്ധപ്പെട്ടു. ഞങ്ങളുടെ ഒറ്റ കുടുംബത്തെ പോലെ ജീവിക്കുന്ന വീടാണത്. അവർ പറഞ്ഞു ശരി കുരിച്ച, ലിസിനെയും കൊണ്ടുപോരെ, ഞാൻ ഇവിടുത്തെ പരിപാടികൾ അച്ഛനോട് ലെറ്ററും മേടിച്ച് ഇവിടുത്തെ പരിപാടികൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ജോയിച്ചേട്ടൻ പറയണേ ഇങ്ങനൊരു സ്ഥാപനമുണ്ട്, ലൂർദ് മാതാ കെയർ സെൻറ്റർ. ഞാൻ അവിടെ എല്ലാ ശുശ്രൂഷയിലും എല്ലാ ഇതിനകത്തും ഞാൻ പങ്കെടുക്കും. അവരുടെ വെപ്പിനും വിളമ്പലിനും എല്ലാത്തിനും പങ്കെടുത്ത്. അതേപോലെ അച്ഛൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ വാരി കോരിന് ഞങ്ങൾക്ക് തരണേ. അച്ഛൻ്റെ പ്രാർത്ഥനയും സ്പെഷ്യല് അച്ഛൻ്റെ വക സ്പെഷ്യല് പരിപാടികൾ, രാത്രി പകലും ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കല്. എന്തോ ഒരു എന്താ നമ്മ പറയാ, ഒരു കല്യാണ വീടാണോ എന്താണ് അച്ഛൻ ഉണ്ടാക്കിയെടുക്കണെന്നുള്ളത്. ഇതെങ്ങനെ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ വേണ്ടി പറ്റില്ല. അത്രയ്ക്ക് മാതാവിൻ്റെ അത്രയ്ക്ക് നല്ല അനുഗ്രഹമുള്ളൊരു സ്ഥാപനമാണ് അത്. എന്നെ മറക്കാൻ പറ്റാത്തൊരു 2.5 മാസം ഞങ്ങൾ അവിടെ നിന്നു. ഭക്ഷണത്തിന് ഭക്ഷണം, താറാവിന് താറാവ്, കോഴിക്ക് കോഴി, ബീഫും കൊള്ളിക്കണിങ്ങ അത് അച്ഛൻ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ആരോട് ചോദിക്കണേ.
അച്ഛൻ എന്തൊക്കെ ചെയ്യാൻ പറ്റിയതൊക്കെ ചെയ്യും അച്ഛൻ. അച്ഛൻ അങ്ങനെ അച്ഛനൊരു ടെൻഷനില്ല. അച്ഛൻ പറ അത് നമുക്ക് ചെയ്യാന്നേ, അതിനെപ്പറ്റി പേടിക്കാതിരിക്കുന്ന സമാധാനപ്പെടും. ഇതാണ് അച്ഛൻ്റെ ഒരു സ്നേഹം. അവിടെ കരുണാമയും തെരേസാമ്മനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്നത്തെ ആൾക്കാരൊന്നും ഇപ്പം ഇല്ല, കുറവാ. പക്ഷെ എന്നാൽ ആ ഒരു കാലയളവ് നമുക്കൊരു സന്തോഷമായിരുന്നു. ഈ രോഗത്തിനെ പറ്റി നമ്മൾ ചിന്തിക്കണില്ല. അങ്ങനെ അത്രയ്ക്ക് സ്നേഹമായിരുന്നു. ഞങ്ങള് വരുന്നുണ്ടെന്നൊന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് റൂമുണ്ട് അവിടെ. അവിടെ ഉണ്ട്. ഇതേവരെ അവിടെ നിക്കാൻ പറ്റില്ല എന്നൊരു ഇത് വന്നിട്ടില്ല കേട്ടാ. ഞങ്ങൾ എനിക്ക് അതിന് ഏറ്റവും പേടി. ഞങ്ങള് 3 മാസം കൂടി മടി ചെല്ലും. 4 മാസം 3 മാസം കൂടി ചെല്ലുമല്ലോ. അപ്പൊ ചെല്ലുമ്പോ പിന്നെ 3 മാസമായിരുന്നു. ഇപ്പൊ 4ാമത്തെ മാസം വിളിച്ച് പറഞ്ഞാ ഞങ്ങക്ക് അത് ഉറപ്പാണ്. ഇനിയിപ്പൊ അച്ഛനൊക്കെ പോകുമ്പോ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും എന്നറിയില്ല. എന്നുവെച്ചാൽ നമ്മൾ അതിന് മാത്രം ഉള്ളവരൊന്നല്ല. നമുക്ക് ചെന്നാ വേറെ സ്ഥലത്താകുമ്പോ റൂമിന് പൈസ, ഭക്ഷണത്തിന് പൈസയൊക്കെ കൊടുക്കണ്ടേ. ഇതെന്ന് പറഞ്ഞാൽ 3-5 ദിവസമായാലും നമുക്ക് ഒന്നും അറിയണ്ട. ഒന്നും അറിയണ്ടെന്ന് പറഞ്ഞാ എവിടെ ജീവിക്കുന്ന അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉറങ്ങിപ്പോവും. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയോ അതിന്ന്? അങ്ങനെ പറയാൻ പറ്റില്ല മോളെ. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും എത്തിക്കാണ്ട് അനുഗ്രഹം കൊണ്ട് ഇപ്പൊ 2 വർഷം 1.5 കൊല്ലായി. ഒരു കുഴപ്പമൊന്നുമില്ല. ദൈവം ഇങ്ങനെ സുന്ദരമായിട്ട് കൊണ്ടുനടക്കണം. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. അതിന്റെ ഈ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകും. എല്ലാത്തിനും ആ ഒരു ധൈര്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഉപകാരം ദൈവം ചെയ്തെന്നില്ലേ. അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പടിന്ന് എപ്പടിന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ദൈവം ഇന്നും സുന്ദരമായിട്ട് പണിയെടുത്ത് നടക്കാം. അല്ല, ആളോട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലേ ആൾക്ക് പണി തന്നെ ഒഴിഞ്ഞിട്ടുള്ള നേരമില്ല. എപ്പോഴും പണി തന്നെ. 2:30 ഞാൻ എനിക്കും. വെളുപ്പിന് 2:30 എനിക്കും. 2:30 എന്നിട്ട് ആദ്യം തന്നെ അരിയിട്ട് ചോറുകൾ ശരിയായി. വൈകുന്നേരത്തേക്കുള്ളത് വേറെ, ഉച്ചയ്ക്കുള്ളത് വേറെ, കാലത്തേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ 3 പേർക്കും ജോലിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള ചോറും അതൊക്കെ ചെറിയ കറികളും എല്ലാം ശരിയാക്കി. ചായ, വാഷിംഗ് മെഷീനിൽ തുണി അലക്കൽ, എല്ലാ പരിപാടിയും പുള്ളിക്കാരത്തി എനിക്കും. പുള്ളിക്കാരത്തിനെ ഏൽപ്പിക്കില്ല. അവിടെ എനിക്കിനേക്കാളും മുന്നേ എല്ലാ പരിപാടിയും കഴിയും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോത്തുണ്ട്, പോത്തിനൊക്കെ പാടത്ത് കൊണ്ടുപോയിട്ടും അതായത് നേരം വെളുക്കണേക്കാളും മുന്നേ അതൊക്കെ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കണ്ടിട്ട് ഞാൻ ജോലിക്ക് പോകണം. അപ്പം എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ഒരു ഇതിനകത്ത് പറയാൻ നമുക്കുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം മോളെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. അതിലുപരി ലൂർദ് മാതാ കെയർ സെന്ററിലെ പരിപാലനയും അവിടുത്തെ പ്രാർത്ഥനയും അവിടുത്തെ അച്ഛൻ്റെ ഈ മോനച്ഛൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ദൈവം ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ദൈവത്തിനോടും ലൂർദ് മാതാവിനോടും പള്ളി അച്ഛൻ മോനച്ഛനോടും അവിടെ ഉണ്ടായ മറ്റുള്ള അച്ഛന്മാർക്കും ഒക്കെ ഞങ്ങൾ നന്ദി പറയുന്നു. വന്ന നിങ്ങൾക്കും അടക്കം ഞങ്ങൾ നന്ദി പറയുന്നു. വന്നല്ലോ അച്ഛൻ, ഈ വീട്ടിലേക്ക് അച്ഛൻ വന്നല്ലോ, അച്ഛന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവരും കുടുംബത്തിൽ ചിലപ്പോൾ ഒരു ഐക്യമില്ലാത്ത, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിച്ചു പിരിഞ്ഞിരിക്കുന്ന ഒരു ദൈവം എനിക്ക് 2 മക്കൾ ഡെഫിന്റെ കുട്ടികളെ തന്നു. അതിലുപരി ഇവൾക്ക് രോഗം തന്നു. അതിലുപരി ദൈവം അടിക്കടി ഒക്കെ തന്നു. പക്ഷേ എവിടെയോ ദൈവത്തിന്റെ അനുഗ്രഹം മാറി ഇങ്ങനെ കിടക്ക. ഇത്രയൊക്കെ കുറവുണ്ടെങ്കിലും സ്നേഹത്തിനൊരു കുറവില്ലല്ലോ. എന്ത് കുറവെന്ന് പറയണേ, ഇതൊക്കെ അല്ലേ നമ്മളെ സ്നേഹത്തില്. പുത്തഞ്ചിറ ഫൊറോന പള്ളിയുടെ അടുത്തുള്ള ഇരിങ്ങാലക്കുട രൂപതയിലെ പുത്തഞ്ചിറ ഫൊറോന പള്ളിയുടെ അടുത്തുള്ള ഒരു വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനി കൊടുങ്ങല്ലൂരുള്ള ഒരു വീട്ടിലേക്ക് പോകാനായിട്ടുണ്ട്. ഇന്നത്തെ ഇത് ഒരു ഉൾപ്രേരണയിൽ തുടങ്ങിയതാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തീർത്ഥാടകരുടെ സ്വഭാവത്തെക്കുറിച്ച് പ്രത്യേകിച്ച് ഓർത്തുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരാകാൻ വേണ്ടി ക്ഷണിക്കുന്ന വർഷമാണ് ജൂബിലി വർഷം. അറിഞ്ഞോ അറിയാതെയോ പാപ്പായുടെ വാക്കുകൾക്ക് ആമേൻ കൊടുക്കാൻ ഞങ്ങൾക്ക് ലൂർദ് മാതാ കെയറിലുള്ള ശുശ്രൂഷകർക്ക് സാധിക്കുന്നതിൽ നല്ല ദൈവത്തിന് നന്ദി. രോഗികളായ ആളുകളുടെ ഇടയിലേക്ക് തന്നെ ആകാം തീർത്ഥാടനം എന്ന് വിചാരിച്ചു. അത് വലിയൊരു അനുഗ്രഹമായി. നമ്മളിവിടെ വന്ന് നിൽക്കുന്നത് എന്തുമാത്രം സഹനങ്ങളാണ്, എന്തുമാത്രം രോഗങ്ങളാണ്, എന്തെല്ലാം പ്രതിസന്ധികളാണ്. പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലും ഇങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം നോക്കി നിൽക്കുന്ന വിശുദ്ധരായ
മാതാപിതാക്കളുടെ, പ്രത്യേകിച്ച് ഞാൻ ഈ സഹനങ്ങളുടെ നടുവിൽ ഈ ലിസി നിൽക്കുമ്പം നിങ്ങൾക്കറിയാമോ 34-35 സ്റ്റിച്ചോളം ഉണ്ട് ഇവിടെ നിന്ന് നെഞ്ചും കൂടിൻ്റെ അവിടെ നിന്ന് താഴേക്ക്. 2 സിസേറിയൻ ചെയ്ത് അവിടുത്തെ സ്റ്റിച്ചുകളും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ഓവറിയും യൂട്രസും ഒക്കെ റിമൂവ് ചെയ്യുമ്പോഴേക്കും ഇപ്രകാരമുള്ള ഒരു കട്ടിങ് എളുപ്പമായിരുന്നില്ല. അപ്പോഴേക്കാണ് ഏതാണ്ട് 34ഓളം സ്റ്റിച്ചുകൾ ഉണ്ട്. അതിൽ തന്നെ 2 പിന്നീട് ഇൻഫെക്റ്റഡ് ആവുന്നു. പിന്നെ ശരീരത്തിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ എന്നാ പറയുക, വലിയ മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് തള്ളുന്നു. പുറത്തേ തന്നെ ബാഗ് വെക്കേണ്ട അവസ്ഥകൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു. കൈവിട്ട് പോകുമെന്ന് വിചാരിച്ച സമയങ്ങളിൽ ദൈവം ഈ മകളെ തൊട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൂടെ ഈ ലിസി ഉണ്ടാകുമായിരുന്നില്ല. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്, 101%. അവിടുത്തെ എല്ലാം കരകയറ്റി നല്ല വെടിപ്പും ശുദ്ധിയുമുള്ള നല്ലൊരു അമ്മയായി, നല്ല ഭാര്യയായി, നല്ല ബന്ധുവായി ഒക്കെ. വളരെ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ അമ്മയെ ഈ ഭൂമിയിൽ നിലനിർത്തിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജെറിന് വേണ്ടിയും റിബിന് വേണ്ടിയിട്ടുമാണ്. ഈ അപ്പൻ്റെ പ്രാർത്ഥന അത് തന്നെയായിരുന്നു. ഈ 2ാം ജന്മം ഇറ്റ്സ് എ റീബർത്ത്. ഇത് 2ാം ജന്മമാണ്, സെക്കൻഡ്. ഈ 2ാം ജന്മം ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരു തിരിശേഷിപ്പ് പോലെ നൽകപ്പെട്ടിരിക്കുകയാണ്. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ വീടിനുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളെ അച്ഛൻ വന്നില്ലേ?